Next topic is potential due to an electric dipole. ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാദ്യം ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യാം. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ ഡൈപോളിന്റെ ലെങ്ത് 2a ആണ്. ഡൈപോളിന്റെ സെന്റർ O ആണെങ്കിൽ അതിന്റെ ഹാഫ് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഹാഫ് a എന്ന് മാർക്ക് ചെയ്യാം. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും a എന്ന് തന്നെ മാർക്ക് ചെയ്യാം. ഈ ഡൈപോളിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് P. ഈ P യിലേക്ക് ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസ് R എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡൈപോളിന്റെ ഹാഫ് ലെങ്ത് ആണ് A, സെന്ററിൽ നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. ഇത് രണ്ടും വെക്ടേഴ്സ് ആണ്. ഈ രണ്ട് വെക്ടേഴ്സിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസ് ഡൈപോൾ ലെങ്ത് 2a ആണ്, അതിന്റെ ഹാഫ് ലെങ്ത് A, സെന്ററിൽ നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസ് R, ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ A ആൻഡ് വെക്ടർ R is തീറ്റ. ഇനി P എന്നുള്ള പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ പോസിറ്റീവ് ചാർജ് ഒരു പൊട്ടൻഷ്യൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യലും ഈ P എന്നുള്ള പോയിന്റിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് P യിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽസിന്റെ സം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യാം. പോസിറ്റീവ് ചാർജ് P യിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും P യിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ആ ഡിസ്റ്റൻസ് R1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. V is equal to 1/4πε0 Q/R. ഇവിടെ ഡിസ്റ്റൻസ് R1 ആയതുകൊണ്ട് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഇപ്രകാരം എഴുതാം. V1 is equal to 1/4πε0 Q/R1. ഇതാണ് പോസിറ്റീവ് ചാർജ് P യിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. ഇനി നെഗറ്റീവ് ചാർജ് P യിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ നോക്കാം. അപ്പോൾ -Q ചാർജിൽ നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ആ ഡിസ്റ്റൻസ് R2 എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V2 is equal to 1/4πε0 Q/R2. ഇവിടെ ചാർജ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടി. അതുപോലെ നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്ത പൊട്ടൻഷ്യലിന് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂവുമാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇനി ടോട്ടൽ വാല്യൂ എന്നത്, ടോട്ടൽ പൊട്ടൻഷ്യൽ എന്നത് ഈ രണ്ട് പൊട്ടൻഷ്യൽസിന്റെയും സം ആണ്. Therefore we can write V is equal to V1 plus V2. V1ന്റെയും V2ന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V is equal to 1/4πε0 Q/R1 plus 1/4πε0 minus Q/R2. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് വാല്യൂ വന്നത്. ദെൻ കോമൺ ടേംസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/4πε0 ആൻഡ് Q are common. Then ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്താൽ V is equal to Q/4πε0, ബ്രാക്കറ്റിന്റെ ഇൻസൈഡിൽ വരുന്നത് 1/R1 minus 1/R2. ഇനി ഇവിടെ 1/R1 ആൻഡ് 1/R2ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. R1 എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. അത് പോസിറ്റീവ് ചാർജിൽ നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R1. അതുപോലെ R2 എന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R2. ആ രണ്ട് വാല്യൂസും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അല്ല, നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ് A, R ആൻഡ് തീറ്റ. നമുക്ക് അറിയാവുന്ന ആ വാല്യൂസിന്റെ ടേംസിലേക്ക് ഈ R1നും R2വിനെയും നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അങ്ങനെ 1/R1നും 1/R1 മൈനസ് 1/R2 എന്നതിന് നമുക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ അതിനാദ്യം R1ന്റെ വാല്യൂ വെക്ടർ R1 നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, ഈ A എന്നുള്ളത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിന്റെ ഒരു സൈഡ് വരുന്നത് ഈ A ആണ്, അടുത്ത സൈഡ് വരുന്നത് R1, തേർഡ് സൈഡ് വരുന്നത് R. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ ഒരു ട്രയാങ്കിളിൽ ഈ A എന്നുള്ളത് വെക്ടർ ആണ്. ആ വെക്ടറിന്റെ ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ. അതിന്റെ ടെയിൽ വരുന്നത് ഇവിടെയാണ്, ഹെഡ് ഇവിടെയാണ്. ഈ R1 എന്നുള്ള വെക്ടർ അതിന്റെ ഡയറക്ഷൻ ആണ്, ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ ആണ്. അതുപോലെ ഇതിന്റെ രണ്ടിന്റെയും ഇത് രണ്ടും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ട്രയാങ്കിൾ ലോ അനുസരിച്ച് if two vectors are represented by the two sides of a triangle, then their resultant is given by the third side of the triangle. അപ്പോൾ ഒരു സൈഡ് A എന്ന വെക്ടർ ആണ്, അടുത്ത സൈഡ് R1 എന്നുള്ള വെക്ടർ ആണെങ്കിൽ ഈ വെക്ടർ A പ്ലസ് വെക്ടർ R1 എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡുകളുടെയും സം,
രണ്ട് വെക്ടേഴ്സിന്റെ സം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് അതായത് r ആയിരിക്കും. r ന്റെ ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ടെയിൽ വരുന്നു, ഹെഡ് ഈ ഡയറക്ഷനിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഇപ്രകാരം എഴുതാം വെക്ടർ r is equal to വെക്ടർ a plus വെക്ടർ r1. വെക്ടർ r is equal to വെക്ടർ r1 plus വെക്ടർ a. അത് തിരിച്ചും എഴുതാം, a plus r1 എന്ന് പറയാം, അല്ലെങ്കിൽ r1 plus a എന്ന് എഴുതി കഴിഞ്ഞാലും സെയിം വാല്യൂ തന്നെയാണ്. കാരണം വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചതാണ്. വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് വെക്ടർ എ പ്ലസ് വെക്ടർ r1 എന്ന് എഴുതി കഴിഞ്ഞാലും വെക്ടർ r1 പ്ലസ് വെക്ടർ a എന്ന് കഴിഞ്ഞാലും സെയിം റിസൾട്ട് തന്നെയാണ്. Therefore we can write വെക്ടർ r is equal to വെക്ടർ r1 പ്ലസ് വെക്ടർ a. നമുക്ക് ഇവിടെ ആവശ്യം r1 ആണ് ആവശ്യം. അതുകൊണ്ട് ഇതിൽ നിന്ന് r1 equal to എന്ന് എഴുതാം. That is വെക്ടർ r1 is equal to വെക്ടർ r മൈനസ് വെക്ടർ a. നമ്മൾ ഒരിക്കലും വെക്ടേഴ്സ് സബ്ട്രാക്ഷന് പകരം നമ്മൾ ചെയ്യാറുള്ളത് അത് അഡീഷന്റെ ടേംസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇപ്രകാരം നമുക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് വെക്ടർ r1 is equal to വെക്ടർ r പ്ലസ് മൈനസ് വെക്ടർ a. അപ്പോൾ വെക്ടർ എനെ വെക്ടർ r മൈനസ് വെക്ടർ a എന്ന് എഴുതുന്നതിന് പകരം അതിന്റെ അഡീഷണൽ ടേംസിലേക്ക് മാറ്റിയപ്പോൾ വെക്ടർ r1 is equal to വെക്ടർ r പ്ലസ് മൈനസ് വെക്ടർ a എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ r1ന് പകരം നമ്മൾ മാറ്റി എഴുതി. അതുപോലെ തന്നെ r2ന് പകരം നമുക്ക് എഴുതാം. അതിനായി അടുത്ത ട്രയാങ്കിൾ നോക്കുക. ഒരു സൈഡ് a എന്നെടുക്കാം, അടുത്ത സൈഡ് r എടുക്കാം. അപ്പൊ എയുടെ ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. എയുടെ ഡയറക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്, r-ന്റെ ഡയറക്ഷൻ അവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് എടുത്താൽ തേർഡ് സൈഡ് ആയിട്ട് വരുന്നതാണ് ഈ r2. r2ന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. അതായത് ഇവിടെയാണ് ടെയിൽ വരുന്നത്, ഇവിടെയാണ് ഹെഡ് വരുന്നത്. അപ്പൊ ട്രയാങ്കിൾ ലോ അനുസരിച്ച് നമുക്ക് ഇപ്രകാരം പറയാം, വെക്ടർ r2 is equal to വെക്ടർ a പ്ലസ് വെക്ടർ r. ഇക്വേഷൻ ഇപ്രകാരം എഴുതാം, വെക്ടർ r2 is equal to വെക്ടർ r പ്ലസ് വെക്ടർ a. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രണ്ട് വെക്ടേഴ്സ് വെക്ടർ r1ഉം വെക്ടർ r2ഉം എത്രയാണെന്ന് അതിന്റെ വാല്യൂസ് നമ്മൾ എഴുതി. വെക്ടർ r1ന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി, വെക്ടർ r പ്ലസ് മൈനസ് വെക്ടർ a. അതുപോലെ വെക്ടർ r2 എന്നത് വെക്ടർ r2 is equal to വെക്ടർ r പ്ലസ് വെക്ടർ a. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ വരുന്നത് v is equal to q by 4 pi epsilon 0 into 1 by r1 minus 1 by r2 ആണ്. അപ്പോൾ ഇവിടെ വെക്ടർ r1ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ r1, അതുപോലെ വെക്ടർ r2ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് r2. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് r1ന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എഴുതണം, അതുപോലെ ഈ ഇക്വേഷനിൽ നിന്ന് r2ന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടണം. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് വെക്ടർ a ആൻഡ് വെക്ടർ b ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് നമുക്ക് ഇപ്രകാരം എഴുതാം, വെക്ടർ r is equal to വെക്ടർ a പ്ലസ് വെക്ടർ b. ഈ റിസൾട്ടന്റ് വെക്ടർ വെക്ടർ r-ന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ അതിന്റെ ഇക്വേഷൻ പഠിച്ചതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ് വെക്ടർ r is equal to റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos theta. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്താൽ ഈ സ്ക്വയർ റൂട്ട് നമുക്ക് പോയി കിട്ടും. അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യാണ്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഇപ്രകാരം എഴുതാം, r സ്ക്വയർ is equal to a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos theta. ഇനി ഇതൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ r-ന്റെ പ്ലേസിൽ വരുന്നത് r1 ആണ്, അതുപോലെ a-യുടെ പ്ലേസിൽ വരുന്നത് ഈ r ആണ്, b-യുടെ പ്ലേസിൽ വരുന്നത് മൈനസ് a ആണ്. അപ്പൊ അത് അതിന്റെ പ്ലേസിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇപ്രകാരം എഴുതാം, r1 സ്ക്വയർ. അപ്പൊ ഈ വെക്ടർ r1ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് r1 എന്നത്. r1 സ്ക്വയർ is equal to a-യുടെ പ്ലേസിൽ r സ്ക്വയർ എഴുതി, അതുപോലെ b സ്ക്വയർ, b-യുടെ പ്ലേസിൽ വരുന്നത് മൈനസ് a ആണ്. അപ്പൊ b സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് a ഹോൾ സ്ക്വയർ വരും. അപ്പൊ മൈനസ് a ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവുകയാണ്. അങ്ങനെയാണ് ഇവിടെ പോസിറ്റീവ് വരുന്നത്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി മാറി. അപ്പൊ r സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ഇനി മൈനസ് ഇവിടെ പ്ലസ് 2ab ആണ്. അപ്പൊ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇൻറ്റു എയുടെ പ്ലേസിൽ r, ബിയുടെ പ്ലേസിൽ മൈനസ് a ആണ്. അപ്പൊ 2 ഇൻറ്റു r ഇൻറ്റു മൈനസ് a എന്ന് വരുമ്പോൾ മൈനസ് 2ra അല്ലെങ്കിൽ മൈനസ് 2ar എന്ന് എഴുതാം. അങ്ങനെയാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് പ്ലസ് 2ab കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് മൈനസ് ആയിട്ട് മാറിയത്. മൈനസ് 2ar cos theta. അപ്പോൾ ഇപ്രകാരം ഇക്വേഷൻ നമുക്ക് ലഭിച്ചു. ഇനി നെക്സ്റ്റ് ഈ ഇക്വേഷനിൽ r സ്ക്വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ a എന്നുള്ളത് നമ്മൾ നേരത്തെ വരച്ച പിക്ചർ ഓർക്കുക,
എ എന്നുള്ളത് ഡൈപോളിന്റെ ഹാഫ് ലെങ്ത് ആണ്. എയുടെ വാല്യൂ വളരെ സ്മോൾ ആണ് ആർ എന്നുള്ള ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഈ ആറിന്റെ വാല്യൂ വളരെ വലുതും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ വളരെ സ്മോൾ ആയതുകൊണ്ട് ഈ എ സ്ക്വയർ എന്നുള്ള ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ അടുത്ത ഇക്വേഷൻ ഇപ്രകാരം എഴുതാം. r1 square is equal to r square. ഈ ടേം നമ്മൾ ക്യാൻസൽ ചെയ്തു. r square മൈനസ് 2ar cos theta എന്ന് എഴുതി. ഇനി ഇതില് r സ്ക്വയറിനെ ഔട്ട്സൈഡ് എടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ നിന്ന് r സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ബ്രാക്കറ്റിന് പുറത്തെടുത്തപ്പോൾ ഇവിടെ 1 മാത്രം വന്നു. ഇനി ഇവിടെ r സ്ക്വയർ ഇല്ല എന്നറിയാം, r മാത്രമേ ഉള്ളൂ. അപ്പൊ r സ്ക്വയർ പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഡിവൈഡഡ് ബൈ r എന്ന് എഴുതണം. അങ്ങനെ r സ്ക്വയർ ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് എടുത്തപ്പോൾ r സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 2a cos theta ബൈ r എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഇതിനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു. സ്ക്വയർ നേരത്തെ നമ്മൾ സ്ക്വയർ ചെയ്തത് റൂട്ട് കളയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യം r1 സ്ക്വയർ അല്ല, ഇവിടെ r1 ആണ് നമുക്ക് ആവശ്യം. അപ്പൊ അതുകൊണ്ട് വീണ്ടും സ്ക്വയർ റൂട്ട് കണ്ടു. അപ്പൊ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ r1 is equal to r ഇൻറ്റു ഈ ഒരു ടേമിനെ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 2a cos theta ബൈ r ആണ്. സ്ക്വയർ റൂട്ട് എന്ന് എഴുതുന്നതിന് പകരം പവർ ആക്കി എഴുതുമ്പോൾ പവർ റേസ് ടു 1/2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ റേസ് ടു 1/2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടിന് ഈക്വൽ ആണ്. അപ്പോൾ ഇപ്രകാരം മാറ്റി എഴുതി r1 is equal to r ഇൻറ്റു 1 മൈനസ് 2a cos theta ഡിവൈഡഡ് ബൈ r ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതി. ഇനി നമുക്ക് 1/r ആണ് നമുക്ക് ആവശ്യം. ഈ ഇക്വേഷനിൽ 1/r1 ആണ് ആവശ്യം. അപ്പൊ അതുകൊണ്ട് 1/r1 കാണണം. 1/r1 is equal to 1/r. ഇതിന്റെ മൊത്തം റെസിപ്രോക്കൽ എടുക്കുകയാണ്. അപ്പൊ ഇത് 1/r1 ആയി, ഇത് 1/r ആയി. ഈ ഒരു ടേമിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇതിന്റെ പവർ പ്ലസ് ഹാഫ് ആണ്, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അതിന്റെ പവർ മൈനസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് മൈനസ് ഹാഫ് എന്ന് മാറിയത്. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഇതിലെ ഫസ്റ്റ് ടേം മാത്രമേ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടേം എടുക്കുമ്പോൾ ഇവിടെ മൈനസ് 1/2 ആണ്. ഈ മൈനസ് 1/2 കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൈനസ് 2a cos theta ബൈ r ഇൻറ്റു മൈനസ് 1/2 എന്നാണ് വരിക. അപ്പൊ ഇത് മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആവും. പിന്നെ 2 ഇൻറ്റു 1/2 എന്ന് വരുമ്പോൾ 2 ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇപ്രകാരമാണ് റിസൾട്ട് കിട്ടുന്നത്. 1/r1 is equal to 1/r ഇൻറ്റു 1 പ്ലസ്, ഒന്നും കൂടി നോക്കാം, ഈ ടേമിനെ മൈനസ് 2a cos theta ബൈ r ഇൻറ്റു മൈനസ് 1/2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആയി മാറി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ഇനി 2 ഇൻറ്റു 1/2, അപ്പൊ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ 2 പിന്നെ ഇല്ല, പിന്നെ ബാക്കി വരുന്നത് a cos theta ബൈ r ആണ്. അങ്ങനെ 1/r1 is equal to 1/r ഇൻറ്റു 1 പ്ലസ് a cos theta ബൈ r എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 1/r1ന്റെ വാല്യൂ, ഇവിടെ ഇക്വേഷനിൽ ആവശ്യമായ 1/r1ന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതുപോലെ ഈ ഇക്വേഷനിൽ നിന്ന് r2ന്റെ വാല്യൂ നമുക്ക് കിട്ടി. അതിൽ നിന്ന് 1/r2 കാണണം. അതിന് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നു. r is equal to a plus b. അതിൽ നിന്ന് r square is equal to a square plus b square plus 2ab cos theta എന്ന് നമ്മൾ എഴുതി. ഇനി ഇതിലെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വരുന്ന ഇക്വേഷൻ നോക്കുക. r2 square is equal to r square plus a square plus 2ar cos theta. ഇവിടെ മൈനസ് ആയിരുന്നത് കൊണ്ടാണ് ഇവിടെ 2ab cos theta പ്ലേസിൽ വരുന്നത് മൈനസ് 2ar എന്ന് വന്നത്. ഇവിടെ ഇക്വേഷനിൽ വരുന്നത് r പ്ലസ് a ആണ്. അപ്പൊ 2ab cos theta എന്ന് വിളിക്കുമ്പോൾ 2 ഇൻറ്റു r ഇൻറ്റു a cos theta. അപ്പൊ ഇവിടെ പോസിറ്റീവ് സൈൻ തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിലും വ്യത്യാസം വരുന്നത്, ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇവിടെ നെഗറ്റീവ് വന്നു. അതേസമയം ഇവിടെ പോസിറ്റീവ് തന്നെ ആയതുകൊണ്ട് ഈ ഇക്വേഷനിലെല്ലാം പോസിറ്റീവ് സൈൻ തന്നെയാണ് വരുന്നത്. ഇനി നേരത്തെ പോലെ തന്നെ a സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ നെഗ്ലക്ട് ചെയ്തു. അടുത്ത ഇക്വേഷൻ നമ്മൾ എഴുതി r സ്ക്വയർ, ഈ a സ്ക്വയർ പോയി. അപ്പൊ r2 സ്ക്വയർ is equal to r സ്ക്വയർ പ്ലസ് 2ar cos theta എന്ന് വന്നു. ഇനി അടുത്തത് നെക്സ്റ്റ് ചെയ്യുന്നത് r സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ 1 പ്ലസ് 2a cos theta ബൈ r. അപ്പോഴും ഇവിടെ വ്യത്യാസം വരുന്നത്, ഇവിടെ മൈനസ് ആയിരുന്നു, അതേസമയം ഇവിടെ പ്ലസ് ആണ്. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. ഇനി ഇതിനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയാണ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഇവിടത്തേക്ക് സ്ക്വയർ പോവും. അപ്പൊ ഇക്വേഷൻ വരുന്നു r2 is equal to r ഇൻറ്റു ഈ ഒരു ടേമിന്റെ സ്ക്വയർ റൂട്ട് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ പവർ ഹാഫ് എന്ന് എഴുതി. സ്ക്വയർ റൂട്ടിന് ഈക്വൽ ആണ് എന്ത്?
ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതുന്നത് സ്ക്വയർ റൂട്ടിന് ഈക്വൽ ആണ്. അപ്പോൾ അത് അങ്ങനെ എഴുതി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ 1/r1 കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ ആവശ്യം 1/r2 ആണ്. അപ്പോൾ 1/r2 കാണണമെങ്കിൽ ഈ ടേമിലെ എല്ലാത്തിൻ്റെയും റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 1/r2 is equal to ഈ r-ന്റെ റെസിപ്രോക്കൽ 1/r എന്ന് എഴുതി. ഈ ഒരു ടേം പോസിറ്റീവ് ടേം ആയിരുന്നു. അതിന്റെ പവർ പ്ലസ് ഹാഫ് ആയിരുന്നു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അതിന്റെ പവർ എന്തായി മാറും? മൈനസ് ഹാഫ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ആയിരുന്ന പവർ ഇവിടെയും റെസിപ്രോക്കൽ മൈനസ് ഹാഫ് ആയി. അതേപോലെ തന്നെ ഇവിടെയും റെസിപ്രോക്കൽ എടുത്തപ്പോൾ ഈ പ്ലസ് ഹാഫ് ആയിരുന്നത് ഇവിടെ മൈനസ് ഹാഫ് ആയിട്ട് മാറി. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഫസ്റ്റ് ടേം മാത്രം നമ്മൾ എടുക്കണം. അപ്പൊ നേരത്തെ അതേ മെത്തേഡ് തന്നെ ഈ മൈനസ് ഹാഫ് കൊണ്ട് ഈ ടേമിനെ ഈ പ്ലസ് 2a cos theta by r നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് വരുമ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആൻസർ വരുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇക്വേഷൻ വരുന്നത് നോക്കാം. 1/r2 is equal to 1/r into 1 മൈനസ് വന്നു. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുന്നത് നെഗറ്റീവ് തന്നെ ആയതുകൊണ്ട് 1 മൈനസ് എന്ന് വന്നു. പിന്നെ 2 ഇൻറ്റു 1/2 ചെയ്തപ്പോൾ 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കി a cos theta by r എന്ന് വന്നു. അപ്പൊ ഇവിടെയാണ് പിന്നെ വ്യത്യാസം വന്നത്. ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ഇവിടെ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. അപ്പൊ 1/r2ന്റെ ആൻസർ 1/r ഇൻറ്റു 1 മൈനസ് a cos theta by r. അങ്ങനെ 1/r1 കിട്ടി, 1/r2 കിട്ടി. ഈ 1/r1 മൈനസ് 1/r2 ആണ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1/r1 മൈനസ് 1/r2 നമുക്ക് കാണാം. 1/r1 മൈനസ് 1/r2 is equal to 1/r1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/r ഇൻറ്റു 1 പ്ലസ് a cos theta by r. ഇനി മൈനസ് 1/r2, 1/r2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് 1/r ഇൻറ്റു 1 മൈനസ് a cos theta by r. ഇനി ഇതിനെ നമുക്ക് ഈ ബ്രാക്കറ്റ് മാറ്റി എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ നെക്സ്റ്റ് 1/r1 മൈനസ് 1/r2 is equal to ഇത് 1/r പ്ലസ് ഇവിടെ r ഇൻറ്റു r സ്ക്വയർ വരെയാണ്. അപ്പോൾ ഇവിടെ a cos theta by r സ്ക്വയർ. ഇനി നെക്സ്റ്റ് ഇവിടെ മൈനസ്, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഫസ്റ്റ് ടേം മൈനസ് വന്നു. മൈനസ് 1/r, ഇവിടെയും r ഇൻറ്റു r സ്ക്വയർ ആണ്. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരെയാണ്. അപ്പോൾ ഇവിടെ സൈൻ പോസിറ്റീവ് വരുന്നു. പ്ലസ് a cos theta by r സ്ക്വയർ. ഇനി ഈ ടേം നോക്കി കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് 1/r ആണ്, ഇവിടെ മൈനസ് 1/r. ഈ പ്ലസ് 1/r-ഉം മൈനസ് 1/r-ഉം ക്യാൻസലേറ്റ് ചെയ്തു പോയി. a cos theta by r സ്ക്വയർ, ഇവിടെയും പ്ലസ് a cos theta by r സ്ക്വയർ. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2a cos theta by r സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 1/r1 മൈനസ് 1/r2 is equal to 2a cos theta by r സ്ക്വയർ. അപ്പോൾ 1/r1 മൈനസ് 1/r2 is equal to 2a cos theta by r സ്ക്വയർ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് സ്റ്റെപ്സ് നമ്മൾ എഴുതിയത് ഈ 1/r1 മൈനസ് 1/r2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയും മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് നമ്മളൊരു ഡെറിവേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് ആൻസർ ഷീറ്റിൽ എഴുതുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഡെറിവേഷന്റെ സമയത്ത് ഈ ഒരു സ്റ്റെപ്സ് കംപ്ലീറ്റ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന ഇത്രയും ഈ സ്റ്റെപ്സ് കംപ്ലീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എങ്ങനെ അതിന്റെ ആൻസർ കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആ ഒരു ആൻസർ, ആ വാല്യൂ മാത്രം നിങ്ങൾ കാണാതെ ഓർത്ത് വെക്കണം. 1/r1 മൈനസ് 1/r2 is equal to 2a cos theta by r സ്ക്വയർ. ആ വാല്യൂ നമുക്ക് ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. And we get v is equal to q by 4 pi epsilon 0 2a cos theta by r square. ഇനി ഇവിടെ q into 2a. q എന്നത് ചാർജ് ആണ്. 2a എന്ന് പറയുന്നത് ഡൈപോൾ ലെങ്ത് ആണ്. q into 2a എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ആ ഡൈപോൾ മൊമെന്റ് p. അപ്പോൾ ഈ ഇക്വേഷനിൽ q into 2a പകരം നമുക്ക് p എന്ന് ഡിനോട്ട് ചെയ്താൽ ഇപ്രകാരം എഴുതാം. v is equal to 1 by 4 pi epsilon 0 p cos theta by r square. So this is the equation for potential due to an electric dipole at a particular point P. V is equal to 1 by 4 pi epsilon 0 P cos theta by r square. Potential due to an electric dipole. അതിന്റെ derivation നമുക്ക് brief ആയിട്ട് ഒന്ന് explain ചെയ്യാം. Here is an electric dipole. Dipole length 2a ആണ്. അതിന്റെ half length a. Dipoleന്റെ സെന്ററിൽ നിന്നും at a distance r p എന്നുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റ് p യിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് നമുക്ക്
കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ P എന്നുള്ള പോയിന്റിൽ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V1 is equal to 1 by 4 pi epsilon 0 Q by R1. Then നെഗറ്റീവ് ചാർജ് ഈ P എന്നുള്ള പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V2 is equal to 1 by 4 pi epsilon 0 minus Q by R2. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ at P V is equal to V1 plus V2. V1ന്റെയും V2ന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V is equal to 1 by 4 pi epsilon 0 Q by R1 plus 1 by 4 pi epsilon 0 minus Q by R2. ഇതിലെ കോമൺ ടേംസ് ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് എടുക്കാം. Then V is equal to Q by 4 pi epsilon 0 into 1 by R1 minus 1 by R2. ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ളതുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ 1 by R1 minus 1 by R2 എന്ന് വന്നത്. 1 by R1 minus 1 by R2ന്റെ വാല്യൂ നമ്മൾ ലെങ്തി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആയിരുന്നു ആ സ്റ്റെപ്സ് യൂസ് ചെയ്ത് 1 by R1 minus 1 by R2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ ആൻസർ നമുക്ക് കിട്ടിയത് 1 by R1 minus 1 by R2 equals 2a cos theta by R square. അപ്പോൾ ഈ ഒരു ആൻസർ നിങ്ങൾ ഓർത്ത് വെക്കണം. ഡെറിവേഷൻ എഴുതുന്ന സമയത്ത് അത്രയും സ്റ്റെപ്സ് നമുക്ക് അവോയ്ഡ് ചെയ്ത് 1 by R1 minus 1 by R2 എന്നുള്ള വാല്യൂ ഓർത്ത് വെക്കാം. ഈ വാല്യൂ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V equals Q by 4 pi epsilon 0 2a cos theta divided by R square. ഇവിടെ 2aq Q എന്നത് ചാർജ് ആണ്, 2a എന്നത് ഡൈപോൾ ലെങ്ത് ആണ്. ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ദാറ്റ് ഈസ് Q ഇൻറ്റു 2a എന്നത് ഡൈപോൾ മൊമെന്റ് ആണ്, ദാറ്റ് ഈസ് P. അപ്പോൾ P എന്ന് നമുക്ക് Q ഇൻറ്റു 2aക്ക് പകരം P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V is equal to 1 by 4 pi epsilon 0 P cos theta by R square. This is the equation for potential at a point P due to an electric dipole. ഇവിടെ P എന്നത് dipole moment ആണ്. Theta എന്നത് it is the angle between R and A. R എന്നത് it is the distance of the point from the center of dipole. Dipoleന്റെ സെന്ററിൽ നിന്ന് point P യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. So the equation for potential V equals 1 by 4 pi epsilon 0 P cos theta by R square. Potential due to an electric dipole നമ്മൾ derive ചെയ്തു. V is equal to 1 by 4 pi epsilon 0 P cos theta by R square. ഇവിടെ theta എന്നത് ഡൈപോളിന്റെ ആക്സിസിനും ഈ ഡിസ്റ്റൻസ് R-നും ഇടയിലുള്ള ആംഗിൾ ആണ്. ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് A, വെക്ടർ R-നും വെക്ടർ A-ക്കും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് സ്പെഷ്യൽ കേസസ് ആണ്. ഫസ്റ്റ്, പൊട്ടൻഷ്യൽ അലോങ് ദി ആക്സിയൽ ലൈൻ. അപ്പോൾ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഡൈപോളിന്റെ ആക്സിസ്. ആ ആക്സിസിലൂടെ പോകുന്ന ഒരു ലൈൻ, ആ ലൈനിലെ ഒരു പോയിന്റ് ആണ് ഈ എടുത്തിരിക്കുന്ന പോയിന്റ്. ദിസ് ഈസ് ദി ആക്സിയൽ ലൈൻ. അപ്പോൾ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് ഇത്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് സെന്ററിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് R ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം എയും ആറും ഒരേ ലൈനിലാണ്. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് R ഈസ് 0. അപ്പോൾ ഹിയർ വി ക്യാൻ റൈറ്റ് theta is equal to 0. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ വരുന്നത് V is equal to 1 by 4 pi epsilon 0 P cos 0 by R square. cos 0യുടെ വാല്യൂ 1 ആണ്. അതിനാൽ ഇക്വേഷൻ വരുന്നു V is equal to 1 by 4 pi epsilon 0 P by R square. അപ്പോൾ പൊട്ടൻഷ്യൽ വാല്യൂ മാക്സിമം വരുന്നത് ആക്സിയൽ ലൈനിലാണ്. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് എടുക്കുമ്പോൾ ഈ ആക്സിയൽ ലൈനിലായിരിക്കും പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാക്സിമം വരുന്നത്. ഇനി പൊട്ടൻഷ്യലിന്റെ വാല്യൂ തന്നെ നോക്കിയാൽ കാണാം, ഡിസ്റ്റൻസ് കൂടും തോറും പൊട്ടൻഷ്യൽ കുറയുന്നതായിരിക്കും. ഏതൊരു പോയിന്റ്, എവിടെ പോയിന്റ് എടുത്താലും ഈ ആറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണാം. അതായത് V പ്രൊപ്പോർഷണൽ ടു 1 by R സ്ക്വയർ ആണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഏതൊരു റീജിയനിലും പൊട്ടൻഷ്യലിന്റെ വാല്യൂ വരുന്നത്. നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ അലോങ് ദി ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഡൈപോളിന്റെ സെന്റർ ഇതാണ്. ആ സെന്ററിൽ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചാൽ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇതാണ് അതിന്റെ ഇക്വറ്റോറിയൽ ലൈൻ. ആ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത് ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം R ഇവിടെ വരുന്നു, ആക്സിസ് A വരുന്നത്, ആക്സിയൽ ലൈൻ വരുന്നത് A ഇവിടെയാണ്. അപ്പോൾ ഡൈപോളിലെ ഈ വെക്ടർ എക്കും വെക്ടർ ആറിനും ഇടയിലുള്ള ആംഗിൾ വരുന്നത് ദിസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. Then we can write theta is equal to 90 degree
ഇപ്പോൾ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കാണാം V is equal to 1/4πε0 P cos 90/r². cos 90യുടെ വാല്യൂ 0 ആണ്. That means potential on the equatorial line V is equal to 0. അപ്പോൾ ഈ ഇക്വറ്റോറിയൽ ലൈനിൽ ഈ ഒരു ലൈനിൽ എവിടെ നമ്മൾ പോയിന്റ് എടുത്താലും ഈ പോയിന്റുകളിലെല്ലാം ഇപ്പോൾ ഈ ലൈൻ പോയിന്റർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പോയിന്റുകളിലെല്ലാം പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആണ്. അതുപോലെ താഴോട്ട് എടുത്താലും താഴെയും ഇവിടെയുള്ള പോയിന്റുകളിലെല്ലാം പൊട്ടൻഷ്യലിന്റെ വാല്യൂ, ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഇവിടെയുള്ള പോയിന്റുകളിലെല്ലാം പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആയിരിക്കും. അതേസമയം ഈ ആക്സിയൽ ലൈനിൽ എല്ലായിടത്തും പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ആക്സിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ V is equal to 1/4πε0 P/r². ഇക്വറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ ഇല്ല, പൊട്ടൻഷ്യലിന്റെ വാല്യൂ V is equal to 0.